ഈ കൂളിംഗ് ഇല്ലെന്ന് കസ്റ്റമർ നമ്മളെ വിളിച്ച് പറഞ്ഞു. നമ്മൾ വന്ന് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയൊരു കാഴ്ച എന്ന് വെച്ചാൽ ഫാൻ എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഫാൻ എടുക്കുന്നുണ്ട്, പക്ഷേങ്കിൽ സ്പീഡും കുറവാണേ. അപ്പോൾ ഞാനത് ഫുള്ള് കവർ അഴിച്ചതായിരുന്നു. അഴിച്ചിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് എടുത്തത്. ഫാൻ എടുക്കുന്നുണ്ട്, കംപ്രസർ എടുത്തിട്ടില്ല. കണ്ടില്ലേ, കംപ്രസർ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ എറർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതൊരു ഇൻവെർട്ടർ ടൈപ്പ് ബോർഡ് വരുന്ന ദിവസം ഒരു എ സി ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന എ സികളൊക്കെ മിക്കവാറും തന്നെ ബോർഡ് ടൈപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പി സി ബി കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലായിട്ട് തന്നെ ഉണ്ട്. അപ്പം എറർ ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. കണ്ട് ഇതാണ് ഇതിൻ്റെ എറർ ആയിട്ട് നമ്മൾ കണക്ക് ആക്കുന്നത്. അപ്പം ഇത് എത്ര വർഷം ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെന്നുള്ള രീതി നോക്കിയിട്ടാണ് നമ്മളിതിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പം പുതിയ എ സികൾ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കമ്പനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ബോർഡ് മാറ്റി വെക്കത്തുള്ളൂ. അപ്പം നമ്മളിവിടെ റിപ്പയറിങ് എന്നുള്ളൊരു ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം അത് ശരിയാവും, എടുക്കാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം എല്ലാ ഔട്ട് ബോർഡുകളും ചിലപ്പോൾ ശരിയാക്കി കഴിഞ്ഞാൽ നിൽക്കണം എന്നൊന്നും നമുക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, മെയിൻ ഒറിജിനൽ ബോർഡ് വെച്ചിട്ട് തന്നെ അത് ഡാമേജ് ആയി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് റിപ്പയർ ചെയ്തിടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്രമാത്രം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും. കാരണം അവരും അത്രയും പൈസ മുടക്കി ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ അതെന്തായാലും നമ്മൾ ഇൻവെർട്ടർ ടൈപ്പ് ഇറങ്ങുന്ന എ സികൾക്കാണ് ഈ കൂടുതലായിട്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നത്. ഏകദേശം ബോർഡ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസ തന്നെ ആവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബോർഡ് കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കംപ്രസർ എടുക്കാത്തതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അപ്പം ആ ഒരു ഭാഗങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ ഇറങ്ങും. ഗുഡ് ബൈ.